രാവിലെ 5 മണിക്കുള്ള കാഞ്ചീപുരം ടൗണാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഒരു 500 മീറ്റർ പോയാൽ നമുക്ക് കാഞ്ചീപുരം ബസ് സ്റ്റാൻഡ് എത്തും. തൊട്ടടുത്ത് തന്നെ 2-2.5 കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് 4-5 മെയിനായിട്ടുള്ള എല്ലാ അമ്പലങ്ങളും ഉള്ളത്. രാവിലെ തന്നെ ഹോട്ടലുകളൊക്കെ ലൈവായി. ഇഡലി, ദോശ. ഇതാണ് കാഞ്ചീപുരം റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെയായിരുന്നു നമ്മൾ ഇന്നലെ രാവിലെ. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ നമ്മളിവിടെ വന്നു. ആക്ച്വലി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് രാത്രിയോടെ സ്റ്റേ ചെയ്യാൻ പറ്റിയില്ല, കാരണം RPF വീട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് പോയി ഒരു ലോഡ്ജിൽ നമ്മൾ റൂം എടുത്തു. നമുക്കവിടെ റൂമൊക്കെ ആക്ച്വലി ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ എന്നാൽ പോലും നമുക്ക് രാത്രി കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ റൂം എടുത്തു. എന്നിട്ട് രാവിലെ 5 മണിക്ക് നമ്മുടെ സ്റ്റേഷനിലേക്ക് ഒന്ന് വീണ്ടും നമ്മൾ വന്ന് ട്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അറിയാനായിട്ട് എന്നിട്ട് വീണ്ടും നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. രാവിലെ 5:45 വന്നപ്പോഴും ഈ കട ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി കഴിക്കുന്ന ആൾക്കാർ രാവിലെ ഉണ്ടാകും. എങ്ങനെയെന്ന് മനസ്സിലാവുന്നില്ല. 5 മണിക്കൊക്കെ എങ്ങനെയാണ് ബിരിയാണി കഴിക്കുന്നത്? പാലത്തമ്പൽ ഇവിടെ നിന്ന് 950 മീറ്റർ കാണിക്കുന്നത്. നമ്മുടെ ഇവിടെ നിന്ന് ഓക്കെ, ടേൺ റൈറ്റ്. നമ്മുടെ അമ്പലത്തിൻ്റെ പിന്നാമ്പുറമാണിത് എന്ന് തോന്നുന്നു കേട്ടോ. ഒരു ചേച്ചിയോട് ചോദിച്ചപ്പോൾ ഇതിവിടെ തന്നെ എന്നാണ് പറഞ്ഞത്. നല്ല വലിയ മതിലൊക്കെയാണ്. നമ്മൾ നേരത്തെ കണ്ടത് തന്നെ ആയിരുന്നു കേട്ടോ അമ്പലം. അമ്പലത്തിൻ്റെ ഒരു ഗോപുരത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇത് നമുക്കുള്ളിലേക്ക് പോകാം. ഇനി ഒരു 100 മീറ്റർ മാത്രം. നമ്മൾ ആദ്യം ഏകാംബരേശ്വർ ടെമ്പിളിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ടേജാണ് നിങ്ങൾ കാണുന്നത്. 3-4 ഗോപുരങ്ങളുള്ള ഏകാംബരേശ്വർ ടെമ്പിൾ. തൊട്ടടുത്ത് തന്നെ നമുക്ക് കുളവും മരങ്ങളും എല്ലാം കാണാൻ പറ്റും. നമുക്കുള്ളിലേക്ക് എന്തായാലും പോവാം. 3500 വർഷം പഴക്കമുള്ള മരമാണിത് കേട്ടോ. മാങ്ങ മരം, മാവ് മരം. ഓക്കെ, 3500 വർഷം, അതാണ് അവരവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ മരത്തിൻ്റെ 4 സൈഡും 4 ദിക്കിലേക്ക് പോകുന്നു. 4 ഐതിഹ്യമാണ്. പിന്നെ ഇതിൽ 1000 ശിവലിംഗങ്ങളാണ് ഈ ഏകാംബരേശ്വർ ടെമ്പിളിൽ ഉള്ളത് കേട്ടോ. നമുക്ക് എല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ല, നമ്മൾ ഇതന്നെ കാണാതെ എടുത്തതാണ്. 1000 ശിവലിംഗങ്ങളുണ്ട് ഇവിടെ മൊത്തത്തിൽ. നമുക്ക് പ്രസാദം കൊടുക്കുന്ന സ്ഥലമാണ്. നമുക്ക് 30 രൂപയ്ക്ക് ലഡ്ഡു കിട്ടും. അതുപോലെ തന്നെ അമ്പലക്കുളമാണത്. ഓക്കെ, ഒരു വലിയൊരു അമ്പലക്കുളമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണി നടക്കുന്നത് കൊണ്ടാണെന്ന് അറിയില്ല, കുറച്ച് തിരക്ക് കുറവുണ്ട്. കണ്ടില്ലേ, വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പെയിൻറ്റിങ് പണികൾ. നല്ല വിശാലമായിട്ടുള്ളൊരു കുളമാണ്. നമ്മുടെ ഏകാംബരേശ്വർ ടെമ്പിളിൻ്റെ നമ്മൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് കാണുന്ന ഒരു ഓവർവ്യൂ ആണിത്. ഓക്കെ, ആണല്ലേ, വലിയൊരു അമ്പലമാണ് ഏകാംബരേശ്വർ. നമ്മുടെ കാഞ്ചീപുരത്ത് തന്നെ ഏറ്റവും വലിയ 2-3 അമ്പലങ്ങളിൽ ഒന്നാണിത് ഏകാംബരേശ്വർ. കാഞ്ചീപുരം മാർക്കറ്റാണ് കൂട്ടുകാരെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റോ ജംഗ്ഷനോ ടൗണോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. നമ്മുടെ ഏകാംബരേശ്വര അമ്പലത്തിൽ നിന്ന് 300 മീറ്ററേ ഉള്ളൂ. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കാമാക്ഷിയോ കാമകോടിയോ അങ്ങനത്തെ ഒരു അമ്പലത്തിലേക്കാണ്. ഇവിടെ നിരവധി അമ്പലങ്ങളാട്ടോ, ചെറുതും വലുതും അതേ കണ്ടല്ലേ ഒരമ്പലം. ഓക്കെ, എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കടയിൽ ഭയങ്കര ക്യൂ. ആകെ 7 മണി ആയിട്ടുള്ളൂ. ലക്ഷ്മി അയ്യർ സ്വീറ്റ് സ്റ്റാൾ എന്ന് പറഞ്ഞ കടയാണ്. ഈ 7 മണിക്ക് തന്നെ സ്വീറ്റ്സ് കഴിക്കാനായിട്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അവിടെ. ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റിലെ 2ാമത്തെ അമ്പലമാണ് കേട്ടോ അത്, കാഞ്ചി കാമാക്ഷി അമ്മൻ. നമ്മൾ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ന സമയത്ത് നമ്മളൊരു അമ്പലം കണ്ടിരുന്നു. അപ്പോൾ ആ അമ്പലത്തിൻ്റെ തന്നെ വേറൊരു ഭാഗമാണ്, ഈസ്റ്റ് ഗേറ്റാണിത്. നോർത്ത് ഗോപുരമാണത്. അപ്പോൾ അതിൻ്റെ നമ്മൾ വേറെ ഭാഗത്താണ് തോന്നുന്നത്. ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് വരദരാജ പെരുമാൾ അങ്ങനെയുള്ള 3-4 അമ്പലങ്ങളാണ് ഈ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ളത്. ചിത്രകൂടത്തിൻ്റെ അമ്പലം. ഓക്കെ, നമുക്ക് നോക്കാം. ഇതാണ് ഈസ്റ്റ് എൻട്രൻസ്. നമ്മുടെ ആദിശങ്കരാചാര്യരുടെ ബർത്ത് ഇവിടെയാണെന്നൊക്കെ പറയുന്നു കേട്ടോ. സോറി, ഇവിടെയാണോ എന്നറിയില്ല, ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. ശ്രീ കാമാക്ഷി അമ്മൻ ടെമ്പിൾ. ഗോശാലയാണ്, പക്ഷെ ഒരു പശുവിനെ കാണാനുള്ളൂ. അല്ല, ഉള്ളിലൊക്കെ വേറെ കുറേ പശുക്കളുണ്ട് കേട്ടോ. ഒരു പശു മാത്രം പുറത്ത് അയവർക്കുന്നു.
ഗൂഗിളിൽ 33,000-ത്തിലധികം റിവ്യൂസുള്ള അമ്പലമായിട്ടോ ഇത് കാമാക്ഷി അമ്മൻ ടെമ്പിൾ എന്ന് പറയുന്നത്. നമ്മളിനി പോകുന്നത് വരദരാജൻ്റെ അമ്പലത്തേക്ക് ഇവിടെ 4 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അവിടേക്ക് ഇപ്പോൾ ബസ് വേണം. അതിന് മുമ്പ് ഇവിടെ 900 മീറ്ററിൽ ഒരു വേറൊരു അമ്പലമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, അതെ, കാഞ്ചി കാമകോടി പീഠം. തിരുപരമേശ്വര വിണ്ണകരം, അതാണ് നമ്മുടെ 3ാമത്തെ അമ്പലം. നമ്മുടെ കാഞ്ചീപുരത്ത് ജംഗ്ഷനിൽ നിന്ന് ആകെ 650-750 മീറ്ററേ ഉള്ളൂ നമുക്ക്. നല്ലൊരു അമ്പലമാണ്, തിരക്ക് കുറവാണ് പക്ഷേ. ഓക്കെ, നല്ലൊരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ സമയം ഒരു 11 മണി കഴിഞ്ഞുകൊണ്ടാണ് തിരക്ക് കുറവ്. നമ്മുടെ പണ്ട് കാലത്തെ ചേരചോള പാണ്ഡ്യന്മാരും പല്ലവന്മാരും എല്ലാം നിർമ്മിച്ചിരുന്ന അമ്പലമാണ്, ലൈം സ്റ്റോൺ കൊണ്ട്. അതുകൊണ്ടായിരിക്കും കുറച്ചൊക്കെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരധികം ഇല്ല. അവർ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം പഴയ വർഷങ്ങൾ മുമ്പുള്ളതാണ്. ഇപ്പോഴും ഇപ്പോൾ നമ്മൾ വരദരാജ പെരുമാൾ ടെമ്പിളിലാണ്ടാ, 3ാമത്തെ അമ്പലമാണ്. നമുക്ക് ഈ ബാഗ് വയ്ക്കാനൊന്നും ഒരു സ്ഥലം കിട്ടിയിട്ടില്ല. അതെ, അതുകൊണ്ട് ഈ 2 ബാഗ് തൂക്കിയിട്ടാണ് നടപ്പ്. രാവിലെ തൊട്ട് നടപ്പ് തന്നെയാണ്. നടന്നാലേ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഓട്ടോക്കാരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലുന്ന വിലയാണ് പറയുന്നത്. ഇഷ്ടംപോലെ ഓട്ടോക്കാരുണ്ട്, എന്നാലും ഡിമാൻഡ് കുറയുന്നില്ല റേറ്റിന്. നമ്മളിപ്പോൾ രാവിലെ തൊട്ട് ഒരു 4-5 കിലോമീറ്ററോളം നടന്നിട്ടുണ്ടാവും. 3ാമത്തെ അമ്പലമാണ്. ഇത് കഴിഞ്ഞിട്ടുള്ളൊരു അമ്പലത്തേക്ക് നമുക്ക് ബസ്സിൽ പോകേണ്ടി വരും. കുളം വറ്റിച്ചിരിക്കുകയാണ്, വൃത്തിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ബാക്കി എല്ലാവരുടെയും കുളം ആക്റ്റീവാണ്. ആക്ച്വലി നമ്മൾ ഗൂഗിളിൽ അടിക്കുമ്പോൾ അത് ഇത് എഴുതിയിരിക്കുന്നില്ലേ, ആ പേരാണ് കാണുക, പരമേശ്വര വിണ്ണകരം. സോറി, യൂട്യൂബിലൊക്കെ ഫേമസ് ആയിട്ടുള്ളത് പരമേശ്വര വിണ്ണകരം എന്ന രീതിയിലാണ്. പക്ഷെ നമ്മൾ ഗൂഗിളിൽ അടിക്കുമ്പോൾ ഈ പേരല്ല വരിക, പെരുമാൾ സ്വാമി എന്ന അമ്പലത്തിൻ്റെതാണ് വരിക. അത് 1-2 പ്രാവശ്യം കൺഫ്യൂസ് ചെയ്ത് തന്നാലും പക്ഷേ ഇവിടെ കണ്ടപ്പോൾ ക്ലിയറായി. പരമേശ്വര വിണ്ണകരം, അതാണ് ആക്ച്വലി ഈ ടെമ്പിളിൻ്റെ പേര്. ഇനി നമ്മുടെ അടുത്തത് നമ്മുടെ ചിത്രഗുപ്തൻ്റെ ഒരു അമ്പലമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്കവിടെ വേണ്ടപ്പെട്ട ഒരാളെ റെക്കമെൻഡ് ചെയ്തതാണ്. ഇവിടുന്ന് 650 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് വാക്ക്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കട, നിന്ന് കഴിക്കണം, നന്നായിട്ടുണ്ട്, അടിപൊളി. ഇതാണ് ചിത്രഗുപ്ത സ്വാമിയുടെ അമ്പലം. ഇവിടെ ഒരു നേർച്ചയുണ്ട്. ഇവിടെ നിന്ന് ബുക്ക് കിട്ടും, പുസ്തകവും പേനയും വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചിട്ട് തൊട്ടടുത്തുള്ളതല്ല, പൂജാരി എടുത്തുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പൂജാരി അവിടെ നമുക്ക് പാവപ്പെട്ട കുട്ടികൾക്ക് ആ ബുക്കും പേനയും കൊടുക്കും. ഇതൊരു നല്ലതാണ് ഒരു ഐതിഹ്യം. ചിത്രഗുപ്തൻ്റെ അമ്പലം നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല അധികം. ഇവിടെയുണ്ട് ചിത്രഗുപ്ത സ്വാമി തിരുക്കോവിൽ. തമിഴ്നാട്ടിലൊക്കെ ഉള്ള ഒരേ ഒരു ചിത്രഗുപ്തൻ്റെ അമ്പലമാണെന്നാണ് അവർ പറയുന്നത് കേട്ടോ. ഞാനെവിടെയും കേട്ടിട്ടൊന്നുമില്ല. ചിത്രഗുപ്ത സ്വാമി